ഞാനെപ്പോഴും ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്വതന്ത്ര ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം. നാട്ടിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അത് സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം ഈ കാലഹരണപ്പെടാതെ നിൽക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു ചെയ്ത ചില ചിത്രീകരണ മുഹൂർത്തങ്ങൾ ഒന്ന് പങ്കുവച്ചാൽ സന്തോഷമായി. അതിപ്പോൾ നമുക്ക് 58 സിനിമ ചെയ്തു. പക്ഷേ 58 സിനിമയിലും ഒരുപാട് ധാരാളം സീനുകൾ കാണും. സീനുകളുണ്ടാവും. ആസ്വദിച്ച് ഷൂട്ട് ചെയ്യുന്ന സീനുകളാകുമ്പോൾ സന്മനസ്സുള്ള സമാധാനം എന്നുള്ള സിനിമയിലൊക്കെ നമ്മൾ ആ ശ്രീനിവാസന്റെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനമൊക്കെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കാര്യം അതിലൊന്നും ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫറൊന്നുമില്ല. അതിലെ സീൻസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ശ്രീനിവാസനും മോഹൻലാലും കൂടിയുള്ള സീനുകൾ ഏത് സിനിമയിലും, ഇപ്പം പട്ടണപ്രവേശത്തിനായാലും, അല്ലെങ്കിൽ നാടോടിക്കാറ്റായാലും, വരവേൽപ്പിലായാലും, അല്ലെങ്കിൽ ഈ സന്മനസ്സിലായാലും ഒക്കെ ഓരോ സീനും നമ്മൾ എൻജോയ് ചെയ്യണം. സന്മനസ്സുള്ള സമാധാനം എന്നുള്ള സിനിമയിലൊക്കെ ശ്രീനിവാസനും മോഹൻലാലും കൂടിയിട്ടുള്ള, ശ്രീനിവാസനെ ആദ്യമായിട്ട് ആ ജീപ്പിൽ വരുമ്പോൾ, മോഹൻലാലിന് ജീപ്പിൽ, ശ്രീനിവാസൻ ജീപ്പിൽ വന്നിട്ട് കണ്ടിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ട് സംസാരിക്കുന്ന സീനുണ്ട്. കോട്ടപ്പള്ളി സുലൈമാനെ ഒതുക്കിയത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് വല്ല പറയും. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സീൻ അതൊക്കെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള. കാക്കി കുപ്പായത്തിനുള്ളിൽ കവിഹൃദയമുണ്ട്, കലാകാരനുണ്ട് എന്ന് പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങുന്ന ആ സീൻ. ഇതൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഓരോ സിനിമകളിലും ഇങ്ങനെയുള്ള വളരെ നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിലേ അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരല്പം അവരെ ഫ്രീ ആയിട്ട് വിടില്ലേ? ഫ്രീ ആയിട്ട് വിടും. അത് അതിന് കടക്കുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യും. അത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സ്വാഭാവികത വന്നു ചേരും. സ്വാഭാവികത വന്നു ചേരും. അത് ആളുകൾക്ക് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാം. പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഞാൻ അവരെ ഒരിക്കലും ചീത്ത പറയാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച വര കൂടെ നടക്കുന്ന പറയാറില്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ അതുകൊണ്ടാണ് ഇവരൊക്കെ നയൻതാര ആയാലും പൂർണ്ണമായി ഒരു ടെൻഷൻ ഫ്രീ ആയിരിക്കും. സംയുക്ത വർമ്മയൊന്നും സിനിമ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. അവർക്ക് ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ വെറുതെ അങ്ങനെ പറഞ്ഞാൽ മതി മോളെ എന്ന് പറയും. അപ്പൊ അവർ ആ രീതിയിൽ പറയും. അതിലെന്തെങ്കിലും കറക്ഷൻസ് ഇങ്ങനെ നിലനിൽക്കാൻ. അപ്പൊ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമ്മൾ മുഴുവൻ ഫ്രീഡം കൊടുക്കും. അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രമല്ല, ഇപ്പൊ മോഹൻലാല്, മമ്മൂട്ടി കണക്കുള്ള ആൾക്കാരുടെ അടുത്ത് പുതുമുഖ ആൾക്കാർ വരുമ്പോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ടെൻഷൻ ആദ്യം തന്നെ അങ്ങോട്ട് കളയും. ഒരു പുതുമുഖ നായികനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, ആദ്യം അവരെ അഭിനയിപ്പിക്കാതെ ഞാൻ കൂടെ കൊണ്ട് നിർത്തും. കുറച്ച് ദിവസം. ഇപ്പൊ നയൻതാരയൊക്കെ 10 ദിവസം എൻ്റെ കൂടെ നയൻതാര ഇല്ലാത്ത സീൻസ് എടുക്കും, അല്ലെങ്കിൽ സംയുക്ത വർമ്മ, അല്ലെങ്കിൽ ആ സീൻ. ഇവരൊക്കെ അഭിനയിക്കുമ്പോൾ ആദ്യം തന്നെ ഈ സെറ്റായിട്ടും ആർട്ടിസ്റ്റുകളായിട്ടും ഈ ലൈറ്റ് ബോയ്കളായിട്ടൊക്കെ ഒരു പരിചയപ്പെടാനുള്ളൊരു സമയം കൊടുക്കും. അപ്പൊ ഇവർക്ക് വെച്ചാൽ പിന്നെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു അപരിചിതത്വം തോന്നില്ല, അല്ലെങ്കിൽ മുഴുവൻ എന്നെ ശ്രദ്ധിക്കുന്നു. അതെ അതെ. ഇതിപ്പോ ഒരു 4-5 ദിവസം കൊണ്ട് ഇവര് ഫ്രണ്ട്സായി. പിന്നെ അഭിനയിക്കുന്നത് കാണുന്നുണ്ട്, വേറെ ആൾക്കാരായിട്ട് കൂടെ അഭിനയിക്കുന്നത് കാണുന്നു. പിന്നെ ഇവരും കൂടി നിൽക്കുമ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു ഭയം ഇല്ലാതാവും. കൂട്ടത്തിൽ ഒരാളായി സന്ദേശം എന്ന സിനിമയിൽ തിലകൻ, ശങ്കരാടി, ഇന്നസെന്റ്, KPC ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇവരെല്ലാം മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു എന്ന് തോന്നും. എങ്ങനെയായിരുന്നു അത് സാധ്യമാക്കിയത്? അത് നമുക്കവർ മത്സരിച്ച് അഭിനയിക്കുകയാണെന്നൊന്നുമല്ല. ഇവരെല്ലാ സിനിമയിലും ആ കഥാപാത്രമായിട്ട് നന്നായി പ്രസന്റ് ചെയ്യുമ്പോൾ മത്സരം വരികയാണ് അറിയാതെ. അല്ലാതെ മറ്റാളെ വെട്ടാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. പക്ഷെ അവര് നന്നായിട്ട് അവരെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അപ്പൊ അതൊരു മത്സരം നമുക്ക് പുറമെ നിന്ന് കാണുമ്പോൾ ഇവർ മത്സരിച്ച് അഭിനയിച്ചു എന്ന് പറയുന്നതാണ്. അത്ര ഗംഭീരമായിട്ട് ചെയ്യാം. അത് വെച്ചാല് ഇത്തരം സിനിമകളിലാണ് കൂടുതൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അഭിനയിക്കാനുള്ള സ്പേസ് ഉള്ളത്. അല്ല സാറേ, അതുപോലെ ഒരുപോലെ നന്നായി അഭിനയിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് അവരുടെ അഭിനയം കുറച്ചുകൂടെ മെച്ചപ്പെടൂലേ? അത് ഉണ്ടാവും. അതെ, കൂടെ നിൽക്കുന്നവരെ നന്നാകുമ്പോഴാണ് ഇവര് നന്നാവുന്നത്. അതുകൊണ്ട് മോഹൻലാലൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്യും. അതെ. അവര് നന്നാകുമ്പോഴാണ് ഇവർക്ക് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത്. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക സിനിമയിൽ ഒരു ഹാസ്യരംഗം ഓർക്കുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയ നേതാവായ ഇന്നസെന്റും ആനക്കാരനായ
കൊച്ചിൻ ഹനീഫയും ചേർന്ന് കുഞ്ചാക്കോ ബോബനെയും ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന അണ്ണാശിയെയും വിരട്ടുകയും ഒടുവിൽ ഇന്നസെന്റ് ഏത്തമിടുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതെ അതെ എവിടെയും കണ്ടു പരിചയമില്ലാത്ത മലയാളി ചിരിച്ചു മറിഞ്ഞ ഒരു രംഗമാണത്. പക്ഷെ ആ ചെറിയ രംഗത്തിൽ പോലും ഒരു ദേശീയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. ആരുടെ സൃഷ്ടിയായിരുന്നു ഇത്? സത്യൻ അന്തിക്കാടിൻ്റെതാണോ ശ്രീനിവാസന്റേതാണോ? അത് ശ്രീനിവാസൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു തമിഴ്നാട്ടുകാരനല്ല, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുള്ള. അതെ അതെ, അത് ശ്രീനിവാസൻ എഴുതിയ ഡയലോഗാണ്. അത് കുറച്ചുകൂടി നന്നാക്കി പറഞ്ഞത് പാർത്ഥിപൻ എന്നുള്ള തമിഴിലെ വളരെ പേരെടുത്തുള്ള സംവിധായകനാണ് ആ റോൾ ചെയ്തത്. പാർത്ഥിപൻ അവിടുത്തെ വലിയ അന്നത്തെ കാലത്തെ വലിയ ലീഡർ പാർത്ഥിപന്റെ അണ്ണാശിയായിട്ട് വന്നത്. അപ്പൊ തമിഴിലെ അന്നത്തെ ഹീറോയും അന്നത്തെ ഡയറക്ടറാണ് പാർത്ഥിപൻ. പാർത്ഥിപന്റെ പടങ്ങളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പടങ്ങളുണ്ട്. പാർത്ഥിപൻ സ്വമേധയ ഒരു റൈറ്ററും കൂടിയാണ് തമിഴിലെ. അപ്പൊ ഈ സീൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പാർത്ഥിപന് വായിച്ചു കൊടുത്തപ്പോ പാർത്ഥിപൻ അത് പാർത്ഥിപന്റെ ശൈലിയിൽ പറഞ്ഞതാണ്, എന്തിനാണ് മലയാളി തമിഴൻ എന്ന് പറഞ്ഞിട്ട് ഇതാക്കേണ്ടത്. എല്ലാവരും നേരത്തെ ഡയലോഗ് വെച്ചിട്ടില്ല, അത് അവിടെ വെച്ച് പറഞ്ഞതാണ്. ശ്രീനിവാസനും ഞാനും പാർത്ഥിപനും കൂടി ഇരുന്നിട്ട് ഈ സീൻ ക്രിയേറ്റ് ചെയ്യും. ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാർത്ഥിപനും മലയാളം അറിയാത്തോണ്ട് തമിഴനൊക്കെ തന്നെയാണ് ഡയലോഗ് പറയുന്നത്. അപ്പൊ ഈ സീൻ പറഞ്ഞപ്പോ പാർത്ഥിപന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ പാർത്ഥിപൻ അത് പറഞ്ഞു വന്നപ്പോ ഇതൊക്കെ ആഡ് ചെയ്തു. അതില് മനസ്സിലായില്ലേ, എല്ലാവരുടെ രക്തം ഒരേ രക്തം. സത്യത്തിൽ ആ സിനിമ കണ്ടോ എനിക്ക് അങ്ങനെ തോന്നി സ്ക്രിപ്റ്റിൽ എഴുതിയ അല്ല, ഇത് അവിടെ വെച്ച് ശ്രീനിവാസനുണ്ട് ഞാനുണ്ട്. അപ്പൊ സീൻ വായിച്ചു കൊടുത്തു. പുള്ളി അത് തമിഴിൽ പറയുമ്പോൾ ഞങ്ങൾ എഴുതുമ്പോൾ മലയാളത്തിലാണ് എഴുതുക. കാരണം ശ്രീനിവാസനും എനിക്ക് അതുപോലെ തമിഴ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ പറയട്ടെ, അങ്ങനെ പറഞ്ഞോളാം പറഞ്ഞു. അയാള് റൈറ്ററും കൂടി ആയതുകൊണ്ടാണ്, റൈറ്റർ ഡയറക്ടറാണ് പാർത്ഥിപൻ. അതാണ് ശ്രീനിവാസൻ മരിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. പാർത്ഥിപനെ കണ്ടു ഞാൻ അവിടെ ശ്രീനിവാസന്റെ വീട്ടിൽ രാത്രി. ഞാൻ ചോദിച്ചു, നീ പാർത്ഥിപൻ എങ്ങനെയാ വന്ന്? ഞാൻ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് അറിഞ്ഞത്. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള റൈറ്ററാണ്, ഡയറക്ടറാണ്, അല്ലെങ്കിൽ ആക്ടറാണ് ശ്രീനിവാസൻ. അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. വേറെ അധികം ആൾക്കാർക്ക് പാർത്ഥിപനെ മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് മലയാള സിനിമയിലൊന്നും അധികം ഇല്ലല്ലോ. മലയാള സിനിമയിലില്ല അധികം. തമിഴിലും ഇപ്പൊ സജീവമല്ല, ഒരു കാലത്ത് സജീവമായിരുന്നു. പക്ഷെ അയാൾ വന്നു എന്നുള്ളതാണ്. കാരണം ശ്രീനിവാസനോടുള്ള സ്നേഹം കൊണ്ട്. വല്ലാത്തൊരു വളരെ ചെറിയ സീൻ. അതിൽ തന്നെ എനിക്ക് തോന്നിയ വേറെ രംഗം കൂടെ ഉണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുള്ളതല്ല. ഈ കമ്പ്യൂട്ടർ വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ഒരുപാട് രാഷ്ട്രീയക്കാരിങ്ങനെ വരുമ്പോ സാർ അതിനെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പിന്നെ ആ സമരക്കാരെ നേരിടുകയും കഥയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതൊരു പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ 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 അത് വെച്ചാല് എപ്പോഴും ഈ പുതുമയ്ക്കും നമുക്ക് കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾക്കും ആദ്യം എതിരാണല്ലോ എല്ലാവരും ചെയ്യുക. അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നെഗറ്റീവ് ആദ്യം വരുന്നതിന് നെഗറ്റീവായിട്ട് വരിക. പക്ഷെ അത് നമുക്ക് വളരെ ആവശ്യമായി മാറും, അത് പിന്നീടാണ്. അതെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സൂചനയാണ് അത്. അങ്ങനെ ഈ രണ്ട് സീന് ഞാൻ ഓർക്കുന്നുണ്ട്. അതെ അതെ. ശ്രീനിവാസൻ എന്ന പ്ലക്കിൽ കുത്തിയാലേ ഞാൻ ചാർജ് ആകൂ എന്ന് താങ്കൾ പറയാറുണ്ട്. എന്നാൽ ശ്രീനിവാസൻ ഇല്ലാതെ ചെയ്ത അച്ചുവിന്റെ അമ്മ, രസതന്ത്രം, വിനോദയാത്ര, ഭാഗ്യദേവത, ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങി നിരവധി സിനിമകൾ വൻ വിജയമായിരുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു? അല്ല, ശ്രീനിവാസൻ എനിക്ക് 16 സിനിമയല്ലേ എഴുതിയിട്ടുള്ളൂ. ഞാൻ മൊത്തം 58 സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ആ ഡയലോഗ് എന്ന് പറയുന്നത്, ശ്രീനിവാസൻ എന്ന പ്ലഗിൽ കുത്തിയാലേ ഞാൻ ചാർജഡ് ആകും എന്ന് പറയുന്നത് സിനിമയ്ക്കും പുറത്തുള്ള ഒരു സൗഹൃദത്തിൻ്റെയാണ്. അതായത് ശ്രീനിവാസൻ മരിക്കുന്നവരെ, മരിക്കുന്നതിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ ശ്രീനിവാസനായിട്ട് എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കും, കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ശ്രീനിവാസൻ എനിക്ക് സിനിമ ചെയ്യാതിരുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞാൻ ശ്രീനിവാസനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ശ്രീനിവാസൻ അതാണ്. അപ്പൊ ശ്രീനിവാസൻ എഴുതിയ സിനിമകൾ മാത്രമല്ല ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന, ഞാൻ വേറൊരാൾ എഴുതിയ സിനിമയായാലും മിക്കവാറും സിനിമകളും പിന്നെ ശ്രീനിവാസനുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. അതെ, കഴിഞ്ഞ സിനിമ അടക്കം. ഇപ്പൊ ഈ ഹൃദയം മാറ്റിവെച്ച കഥ എടുക്കാൻ പോകുന്നു എന്നുള്ളത് പോലും ശ്രീനിവാസൻ സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞങ്ങളെല്ലാം പോകുന്ന സമയത്ത് വൈകുന്നേരം വരെ ഇരിക്കും. അത് കംപ്ലീറ്റ് ഞാൻ പുള്ളിയോട് നരേറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിൽ മരുന്നുണ്ട് സത്യ, ഇത് നന്നായിരിക്കും എന്ന് ശ്രീനി പറഞ്ഞാൽ കറക്റ്റാണ്. ഏതെങ്കിലും ശ്രീനിവാസൻ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാനത് ഒഴിവാക്കും, അതല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തകരാറായി വരും. അപ്പൊ അതുകൊണ്ട് ശ്രീനിവാസന്റെ അടുത്ത് നിന്ന് സംസാരിക്കും. മാത്രമല്ല സിനിമ മാത്രമല്ല, ശ്രീനിവാസന് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും വരും. കംപ്ലീറ്റ് ആൾക്കാർ മനസ്സിലാക്കാത്ത അത്രയ്ക്കും വലിയ പ്രതിഭ തന്നെയാണ് ശ്രീനിവാസൻ. അത് ശ്രീനിവാസനോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളൊരു ജീനിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞു, ഒരു ജീനിയസായി ജീവിക്കാൻ ഞാൻ പെടുന്ന പാട് നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നത്. അതിനെ ഹ്യൂമറായിട്ടാണ് പുള്ളി കണക്കാക്കുക. അതുപോലെ ശ്രീനിവാസനോടൊപ്പം മറ്റേ
ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ സാറ് ചർച്ച ചെയ്തിട്ടുള്ള ആരുമായിട്ടായിരിക്കും? ശ്രീനിവാസനെ പോലെ ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ തിരക്കഥ പുറത്തുനിന്ന് എഴുതുന്ന തിരക്കഥ എഴുതുന്ന എല്ലാ റൈറ്റേഴ്സുമായിട്ട് ഒരു ഒരു സിനിമയ്ക്ക് പുറത്തൊരു സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോഹിദാസായിട്ട്, അല്ലെങ്കിൽ രഘുനാഥ് പലേരിയായിട്ട്, രഞ്ജൻ പ്രമോദായിട്ടൊക്കെ ആ എഴുതുന്ന സിനിമ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് ഒരു കാലത്ത് അവരുടെ സിനിമകളും അവരുടെ മനസ്സിലാക്കും. അതെ, നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വർക്ക് ചെയ്യാനിരിക്കുന്നത് ചിലപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് സിനിമയെ പറ്റി സംസാരിച്ചില്ല എന്ന് വരും. നമ്മളുടെ പരസ്പരമുള്ള അനുഭവങ്ങളാണ് പങ്കിടുക. അപ്പോൾ ചിലപ്പോൾ അയാൾ പറയുന്നൊരു അനുഭവം പെട്ടെന്ന് നമുക്ക് സിനിമയാക്കാൻ നമുക്ക് തോന്നും, അല്ലെങ്കിൽ അതിൽ സിനിമയ്ക്ക് പറ്റുന്ന വിഷയമുണ്ട്. അപ്പോൾ വരവേൽപ്പ് എന്നുള്ള സിനിമ ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടാളും തൃശ്ശൂർ രാമനിലയത്തിൽ അടുത്ത കഥ എന്ത് വേണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശ്രീനിവാസന്റെ ബ്രദർ ശ്രീനിവാസനെ കാണാൻ വന്ന് പോയി, തലശ്ശേരി എന്നാണ്, രാജഗോപാൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ശ്രീനി പറഞ്ഞു, ഞാൻ പറഞ്ഞു അവൻ്റെ പേരാണ്, അവൻ രാജഗോപാലാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ്സിന് അവൻ്റെ പേരായിട്ടിരുന്നത്. അപ്പോഴാണ് ശ്രീനിവാസത്തിന് ഒരു ബസ് ഉണ്ടായിരുന്നു ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നു? ആ അച്ഛന് ബസ് ഉണ്ടായിരുന്നു. അച്ഛൻ മാഷാണ്, സ്കൂൾ മാഷാണ്. അപ്പോൾ ഉള്ള പറഞ്ഞാൽ അച്ഛനിങ്ങനെ ആ സമയത്ത് ഒരു ബസ് വാങ്ങാൻ തോന്നി പുള്ളിക്ക്, പെട്ടെന്ന് മുതലാളിയാൻ തോന്നി. എന്നിട്ടുണ്ടായ ഇൻസിഡൻസ് ഒക്കെ പുള്ളി പറയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് വേറെ കഥ അന്വേഷിക്കണ്ട, ഇത് നമുക്ക് സിനിമയാക്കാം. അപ്പോൾ ശ്രീനിവാസൻ അതിലൊരു സിനിമ കണ്ടിട്ടില്ല. ശ്രീനിവാസന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ്. അത് വേറൊരാളിൽ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് അതിൽ കഥ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നാട്ടിലുള്ള, അവൻ്റെ ക്യാരക്ടറും കൂടി അതിൽ മിക്സ് ചെയ്തു, ഞങ്ങൾ രണ്ടാളും കൂടി. അപ്പോൾ ഒരു സിനിമയുടെ കഥ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുഭവങ്ങൾ പറയുമ്പോഴാണ് സിനിമയ്ക്ക് കുറച്ചുകൂടിയും ചൂടും ജീവിതം. നാട്ടിലുള്ള ഒരു കാര്യം ഒരു ഗൾഫിൽ നിന്നുള്ള ഒരു വരവും കൂടെ കൂട്ടിച്ചേർത്തു. മഴവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, തൂവൽ കൊട്ടാരം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മകൾ, മനസ്സിനക്കരെ തുടങ്ങി ജയറാം നായകനായ സിനിമകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമകളായിരുന്നു. ഇതിലെ മാജിക് എന്തായിരുന്നു? അല്ല, ജയറാം ഇപ്പം മോഹൻലാൽ ആയിരുന്നു എൻ്റെ സ്ഥിരമായിട്ടുള്ള അന്നത്തെ ഹീറോ. പിന്നെ മോഹൻലാൽ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആവുകയും മോഹൻലാലിനെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് മുഴുവൻ കിട്ടാതായി. കാരണം അന്ന് 2-3 സിനിമകൾ ഉണ്ടാകും ഒരു കൊല്ലം, മോഹൻലാലായിരിക്കും നായകൻ. പിന്നെ അങ്ങനെ മോഹൻലാലിനെ എനിക്ക് മാത്രം തരാനായിട്ടുള്ള ദിവസങ്ങളിലേ കുറേ പേർക്ക് മോഹൻലാലിന് ആവശ്യം വന്നപ്പോൾ ലാലിൻ്റെ തിരക്കുകൾ കാരണമാണ് ഞാൻ ലാലില്ലാത്ത സിനിമകൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മോഹൻലാൽ ഇല്ലാത്ത കഥകൾ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ പല പടങ്ങളിലും മോഹൻലാലിൻ്റെ ആവശ്യമില്ല. പൊന്മുട്ടയുടെ താറാവ്, ആ സിനിമ മോഹൻലാലിനെ പോലെ സ്റ്റാറിൻ്റെ ആവശ്യമില്ല. മഴവിൽ കാവടിയിൽ പോലും അത് ആവശ്യമില്ല. ആ സമയത്ത് വളർന്നു വരുന്ന പുതുമുഖ താരമായിരുന്നു ജയറാം. മൂന്നാം പക്കം എന്നുള്ള പടത്തിൽ അപരൻ എന്നുള്ള സിനിമയിലൊക്കെ പത്മരാജൻ കണ്ടെത്തിയിട്ട് അയാളിങ്ങനെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട്, ഒരു നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ജയറാം വളരെ ഫ്ലെക്സിബിൾ ആയ ഒരാളാണ്, സംസാരിക്കാനും എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ മിമിക്രി കാണിക്കുന്ന ഒരാളായതുകൊണ്ട് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അബദ്ധമായി പോയാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നല്ല സുഹൃത്തായി മാറി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ജയറാമിനെ നമ്മൾ ആ രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ക്യാരക്ടറും കൂടി വരുമ്പോൾ വീട്ടുകാര്യങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ മഴവിൽ കാവടി ആയാലും ആ കഥാപാത്രമായിട്ട് വളരെ പെട്ടെന്ന് ഇണങ്ങി അങ്ങനെ നന്നായി ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത്തരം സിനിമകളിലേക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നടനായിരുന്നു ജയറാം. കുടുംബങ്ങൾക്കകത്തുള്ള പ്രധാന ശ്രദ്ധാകേന്ദ്രമായി ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ക്യാമറയുടെ മുന്നിൽ പെരുമാറും. ലോഹിതദാസ്, ജോൺ പോൾ, രഘുനാഥ് പലേരി, വേണു നാഗവള്ളി, ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം എന്നിവരെല്ലാം താങ്കൾക്ക് വേണ്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം സത്യൻ അന്തിക്കാടിൽ ലയിച്ച് പുതിയ സിനിമകൾ പിറവിയെടുക്കുകയായിരുന്നു. ആര് തിരക്കഥ എഴുതിയാലും സിനിമയായിട്ട് വരുമ്പോൾ അത് അസൽ ഒരു സത്യൻ അന്തിക്കാട് ചിത്രമായി മാറിയിട്ടുണ്ട്. അതെ, അല്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾക്ക് ഇവരൊക്കെ ഈ പറഞ്ഞ റൈറ്റേഴ്സായിട്ടൊക്കെ നമ്മൾ വളരെ ഡെപ്തുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ഇവരോട് കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ പലപ്പോഴും കഥ ആലോചിക്കുന്നത്. അപ്പോൾ വേണു നാവള്ളി ആയാലും ഇക്ബാൽ കുറ്റിപ്പുറം ആയാലും നമ്മൾ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ വേണം കഥ. അപ്പോൾ ശ്രീനിവാസന്റെ കൂടെ ഇരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇവരെ കൂടെ ഇരിക്കും. അപ്പം എൻ്റെ ഒരു മനസ്സ് അവർക്ക് മനസ്സിലാവും, എൻ്റെ സിനിമകളുടെ ഒരു രീതി എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെ വരുള്ളൂ. കാര്യം ഇവർ വേറെ ഡയറക്ടേഴ്സിന് വേറെ രീതിയിലുള്ള സിനിമകളായി എഴുതി കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പൊ ലോഹിദാസ് സിബി മലയിലിന് എഴുതി കൊടുക്കുന്ന പോലത്തെ സിനിമയല്ല എനിക്ക് എഴുതിയെന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? വേറെ ഭയങ്കര സങ്കടക്കടലും ഒക്കെ ഉണ്ടാവുന്ന സാധനം. പക്ഷെ നമുക്ക് സസ്നേഹവും അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളും കുടുംബപുരാണവും ഒക്കെയാണ് ലോഹിദാസ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇക്ബാൽ കുറ്റിപ്പുറം എനിക്ക് എഴുതുന്നതാണ് പൊന്മുട്ട, അവരുടെ ഒരു ഇന്ത്യൻ പ്രണയകഥ അല്ലെങ്കിൽ ജോമോന്റെ സുവിശേഷങ്ങൾ,
പുള്ളി ഡയമണ്ട് നെക്ലസ് അല്ലെങ്കിൽ അറബിക്കഥയൊക്കെ ആയിട്ട് വേറെ ആൾക്കാർക്ക് എഴുതിയിട്ടുള്ളത് വേറെ രീതിയിലാണ്. എൻ്റെ ഡിഫറൻ്റ് ആണ്. അതെ. അപ്പം നമുക്ക് ഒരു ഡയറക്ടർക്ക് അയാളുടേതായിട്ടുള്ളൊരു താല്പര്യം, ഒരു സെൻസ് ഉണ്ടാവും. അത് നമുക്ക് ഇന്ന രീതിയിൽ നിന്ന് പറഞ്ഞു ഫലിപ്പിക്കാനൊന്നും പറ്റില്ല. ഇപ്പം എനിക്ക് എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ ഈ കൂടെ എഴുതുന്ന റൈറ്റർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അവരതിലേക്ക് കൊണ്ടുവരും. പിന്നെ സിനിമ ക്ലിക്ക് ചെയ്യുമ്പോൾ സിനിമകൾ അവർ കണ്ട ശീലങ്ങൾ അപ്പോൾ നമ്മുടെ രീതി വരും. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, തിലകൻ, ശങ്കരാടി, നെടുമുടി വേണു, ഇന്നസെന്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെല്ലാം ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ആ തുടർച്ച നടിമാരുടെ കാര്യത്തിൽ ഉണ്ടാകാതെ പോയി എന്ന് തോന്നുന്നു. KPSC ലളിത മാത്രമാണ് വ്യത്യസ്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, നായികമാർ മാറിക്കൊണ്ടിരിക്കും പലപ്പോഴും. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായും കാണുന്നല്ലോ. ഇപ്പോൾ എന്നാലും ഉർവശി 6-7 സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നമ്മളിപ്പോഴും ഒരു ഹീറോ ആണ് ബേസ് ചെയ്തിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നെങ്കിൽ ആ സിനിമയ്ക്ക് പറ്റുന്ന നായിക ആരാണെന്ന് നോക്കി സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഈ ലളിത ചേച്ചിയെ പോലുള്ള ആൾക്കാർ കണ്ടിന്യൂ ചെയ്താൽ അവർ ക്യാരക്ടർ റോൾസ് ആണ്. വ്യത്യസ്തമായ നായികമാരെ നമുക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്കിലും മീര ജാസ്മിൻ 4-5-6 എന്ന പടത്തിൽ മീര ജാസ്മിനെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഉർവശി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ക്യാരക്ടറിന് ഇപ്പോൾ ആപ്റ്റ് ആവണം, അത്രേ ഉള്ളൂ. ക്യാരക്ടറിന് ആപ്റ്റ് ആണെങ്കിൽ അവരെ തന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മഴവിൽ കാവടി അല്ലെങ്കിൽ പൊന്മുട്ടാണ് താറാവ് എന്നുള്ള സിനിമ ചെയ്തപ്പോഴാണ് ഉർവശിയുടെ ടാലന്റ് ഞാൻ തിരിച്ചറിയുന്നത്. ഉർവശി അതിന് മുമ്പ് അഭിനയിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ ഇത്രയും റേഞ്ചിലുള്ളൊരു നടിയാണെന്ന് തിരിച്ചറിയുന്നപ്പോഴാണ്. അതുകൊണ്ടാണ് മഴവിൽ കാവടി വന്നപ്പോൾ അവരെ വിളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ ഇത് ഉർവശി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉർവശി ഇല്ലെങ്കിൽ നമുക്ക് ആ സിനിമ ചെയ്യേണ്ട എന്നാണ് തലയണമന്ത്രം നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ടാലന്റ് അനുസരിച്ചിട്ടാണ് ക്യാരക്ടേഴ്സ് വികസിക്കുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നല്ലാതെ ഈ നായകന്മാരെ പോലെ ഒരിക്കലും അവരെ ചെയ്യാറില്ല. എല്ലാ ഭാഷയിലും അങ്ങനെയാണ്. എല്ലാ ഭാഷയിലും അങ്ങനെയാണ്. ഇപ്പോൾ നായികമാരോട് മോശമായിട്ടല്ല. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നായികമാർക്ക് കേന്ദ്രീകരിച്ച സിനിമകളിൽ അവർക്കാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പം ജയറാം നായകനായിട്ടുണ്ടെങ്കിലും മനസ്സിനക്കരയിൽ എന്നുള്ള സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ കൊച്ചുദേശിയ എന്നുള്ള ശീലമാണ്. അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള. ഇപ്പോൾ നമുക്ക് വിനോദയാത്ര എന്നുള്ള സിനിമയിൽ ദിലീപാണ് നായകൻ, മീര ജാസ്മിനാണ് നായിക. മീര ജാസ്മിൻ്റെ ക്യാരക്ടറിനാണ് അതിൽ ഇമ്പോർട്ടൻസ്. കാര്യം അവളിൽ നിന്നാണ് ഇവൻ ജീവിതം പഠിക്കുന്നത്. അതുപോലെ ജാസ്മിനെ ചുറ്റിയാണ്. അപ്പോൾ മീര ജാസ്മിനിൽ നിന്നാണ് ഇവൻ ജീവിതം പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ 2 സ്ത്രീകൾക്ക് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ ഞാൻ കഥയ്ക്ക് അനുസരിച്ചിട്ടാണ് കാസ്റ്റിംഗ് നടത്താറുള്ളത്. താങ്കൾ രചിച്ചിട്ടുള്ള നിരവധി സിനിമാ ഗാനങ്ങൾ കേരളം ഏറ്റെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും താങ്കൾ ആ വഴി ഉപേക്ഷിച്ചു. കേരളത്തിൽ മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുള്ളതായി അറിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ നിരാശ തോന്നുന്നുണ്ടോ? ഇനിയും പുതിയ ഗാനങ്ങൾ പ്രതീക്ഷിക്കാം. പാട്ടെഴുത്ത് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ വന്നു ചേർന്ന ഒരു ജോലിയാണ്. അതായത് ഞാൻ ആദ്യം തൊട്ട് ആഗ്രഹിച്ചത് സിനിമ ഡയറക്ടറാവാനാണ്, സംവിധായകനാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ആ സമയത്ത് കഥകൾ എഴുതുമായിരുന്നു, കവിതകൾ എഴുതുമായിരുന്നു. ഇപ്പം മാതൃഭൂമി പാലമത്തിൽ, ജനകം വീക്കിലി ഉണ്ടായിരുന്നു, പിന്നെ മലയാളം നാട്, യുറേക്ക, പൂമ്പാറ്റ, ഇങ്ങനെ കുറേ പ്രസിദ്ധീകരണങ്ങൾ ഈ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ധാരാളം കവിതകളും കഥകളും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതിയൊരു കവിത അന്ന് പബ്ലിഷ് ചെയ്ത് ചന്ദ്രിക വീക്കിലിയിൽ പബ്ലിഷ് ചെയ്തൊരു കവിത ഡോക്ടർ ബാലകൃഷ്ണൻ കാണുകയും അടുത്ത സിനിമയിൽ എന്നോട് പാട്ട് എഴുതാൻ പറയുകയും അങ്ങനെ അവിചാരിതമായിട്ട് ഗാനരീതിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിലൊരു രണ്ടാമത്തെ സിനിമയിലെ പാട്ട് സൂപ്പർ ഹിറ്റായി, ഒരു നിമിഷം തരൂ നിന്നില്ലേ. അപ്പോൾ അതോടുകൂടിയിട്ട് പാട്ടെഴുത്ത് ചന്ദ്രകുമാർ ഡയറക്ഷൻ തുടങ്ങിയപ്പോൾ ചന്ദ്രകുമാറിൻ്റെ അക്കാലത്തെ മിക്കവാറും എല്ലാ പടങ്ങളിലും ഞാൻ തന്നെ പാട്ടുകൾ എഴുതി. അതിലെ പല പാട്ടുകളും സൂപ്പർ ഹിറ്റായി. ഓ മൃദുല് അല്ലെങ്കിൽ രജനി പറയൂ, ചിത്രയുടെ ആദ്യത്തെ പാട്ടാണ് അതൊക്കെ. അപ്പോൾ പിന്നെ പാട്ടെടുത്ത് ഈ അസിസ്റ്റന്റ് ഡയറക്ഷൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോവുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് വെച്ചാൽ എൻ്റെ സിനിമകളിൽ മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ONV ഗ്രൂപ്പിനെ പോലെ ഇത്രയും വലിയ കവി അല്ലെങ്കിൽ ഇപ്പോൾ കൈതപ്പുറം താമോദരൻ നമ്പൂരി, ഗിരീഷ് പുത്തഞ്ചേരി, ഇവരുടെ ടാലൻറ്റ് എൻ്റെ പടത്തിൽ യൂസ് ചെയ്യാൻ പറ്റാതാവും ഞാൻ തന്നെ പാട്ടുകൾ എഴുതിയാൽ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം മാറ്റി തന്നെയാണ്. അല്ലാതെ എനിക്കതിൽ നിരാശയോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം എന്നുള്ള പാട്ട് എൻ്റെ പൊന്മുട്ട താറാവിലാണ്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും എഴുതാൻ പറ്റില്ല അത്രയും കാവ്യാത്മകമായ ഒരു ഗാനം. അത് ONV സാർ എഴുതിയോണ്ടാണ് കിട്ടിയത്. ഇപ്പം എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന് ഞാൻ എഴുതൂല, അത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയോണ്ടാണ് കിട്ടിയത്. അപ്പോൾ മറ്റുള്ള നല്ല റൈറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് എൻ്റെ സിനിമയ്ക്കാണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ പാട്ടുകൾ എഴുതണമെന്ന് വാശി പിടിക്കാതിരിക്കുന്നതാണ്
നല്ലത്. പിന്നെ തീരെ നിവൃത്തിയില്ലാതാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു റൈറ്റർ ഇല്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ അങ്ങനെ 2-3 എഴുതിയിരുന്നു. സാർ ഈ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ അതുപോലെ മനോഹരമായ ഒരു പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ കഴിയുന്ന ഒരാള് അത് ഏത് സാഹചര്യത്തിലും വഴിക്ക് ഉപേക്ഷിച്ചത് ഒരു നല്ല ചെയ്യുന്ന ഒരു പണിയല്ല. അല്ല അത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സംവിധായകൻ മുന്നിട്ട് നിന്നു, ഗാനരചയിതാവ് പിന്നെ നിന്നു, അത്രേ ഉള്ളൂ. അപ്പൊ സംവിധായകൻ സ്വാർത്ഥനായി. അല്ല, വേറൊന്നും ചെയ്യാമായിരുന്നു, മറ്റു സിനിമകൾക്ക് വേണ്ടി എഴുതാമായിരുന്നു. അതെ വേറെ പുറത്തിടാൻ പുറത്ത്. അതെ, അതൊന്നാമത് അതിനുള്ള സമയം കിട്ടില്ല. ഞാൻ സിനിമ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ലോകമാണ്. സിനിമ തുടങ്ങുന്ന സമയം മാത്രം. അതെ, സിനിമ തുടങ്ങുന്ന സമയം മാത്രമല്ല ഡയറക്ടർ ജോലി. 1 വർഷത്തോളം എടുക്കും ഒരു സിനിമ നന്നായി വരാൻ, മിനിമം 8-10 മാസങ്ങൾ എടുക്കും. അപ്പൊ ഞാൻ അടുത്ത കഥ ആലോചിക്കാൻ തുടങ്ങിയിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അതിന് കറക്റ്റായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഐഡിയയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈ സമയത്ത് പോലും നമുക്ക് വേറൊരു സാധനങ്ങൾ എഴുതാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അപ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോവില്ല. എൻ്റെ രീതി മറ്റുള്ളവർക്ക് പലർക്കും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ശ്രീമാൻ തമ്പി സാറൊക്കെ റെക്കോർഡിങ്ങിന്റെ തലേദിവസമൊക്കെ ഇരുന്ന് പാട്ട് എഴുതാറുണ്ട്. ഭാസ്കർ മാഷ് നിർമ്മിക്കും ഡയറക്ടർ. അത് വലിയ കൂടുതൽ ടാലന്റ്. എനിക്ക് അത്രയ്ക്ക് ടാലന്റ് ഇല്ല, അതാണ് ഞാൻ തിരിച്ചറിയുന്നത് മാത്രം. പിന്നെ എഴുതുമ്പോൾ അതിൽ സിൻസിയറായിട്ട് എഴുതാണ്. അപ്പൊ ആ പാട്ടുകൾ ഹിറ്റാവുന്നു. അല്ല, ഇപ്പോഴും അതില്ലേ, ഉള്ളിൽ കിടപ്പില്ലേ? ഉണ്ട്. പിന്നെ വേറൊന്ന്, ഈ കവിത ഉള്ളിലുണ്ട് എന്നുള്ളതുകൊണ്ട് കവിത തന്നെ എഴുതണമെന്നില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയുടെ പുസ്തകങ്ങൾ മാത്രമല്ല, സിനിമയിൽ തന്നെ പോയിറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അത് ഒരു കവി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ പല സിനിമകളും നോക്കിയാൽ അതിൽ പലതിലും സംഭാഷണങ്ങൾ പോയിറ്റിക് ആയിട്ട് ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, അതിൽ ഡയലോഗ്സിലുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഇതില് കവിതയായിട്ട് മാറുന്നുണ്ട്. കവിതയാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞ കവിത. ഒരാളും അങ്ങനെ ചെയ്തായിട്ട് ഇല്ല കണ്ടിട്ടില്ല. ഇല്ല, പാട്ട് എഴുതാൻ ആൾക്കാർ ചാൻസ് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്, ഞാൻ തന്നെ എഴുതുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത്? താങ്കളുടെ ഒറ്റപ്പെട്ട സിനിമകൾ മാത്രമേ സുരേഷ് ഗോപി അഭിനയിച്ച് കണ്ടിട്ടുള്ളൂ. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ? ഇല്ല, ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിന് സൂട്ടബിൾ ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ സുരേഷ് ഗോപി 2 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. അത് സുരേഷ് ഗോപിയുടെ കീഴിൽ ഒരു മോശം നടനായതുകൊണ്ടൊന്നല്ല, എൻ്റെ കഥാപാത്രങ്ങൾ മോഹൻലാലോ അതല്ലാത്ത സമയത്ത് ജയറാമോണോ കൂടുതൽ ഷൂട്ടുള്ളത്. സുരേഷ് ഗോപി ചെയ്താൽ ഇപ്പൊ ഭരത് ചന്ദ്രൻ പോലത്തെ ഒരു കഥ ഞാൻ ചെയ്യുകയാണെങ്കിൽ സുരേഷ് ഗോപിനെ തന്നെ ഇടും. അതെ, ഞാനങ്ങനെ ചെയ്യാറില്ല. മമ്മൂട്ടി തന്നെ വളരെ കുറവാണ്, ഒരു 7-8 പടത്തിലെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളൂ. അത് മമ്മൂട്ടിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ കളിക്കളായാലും അല്ലെങ്കിൽ അർത്ഥമാണെങ്കിലും ഒക്കെ മമ്മൂട്ടി നമ്പർ 1 സ്നേഹിതരും അതൊക്കെ മമ്മൂട്ടിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. ഈ ആക്ടേഴ്സ് കഥാപാത്രത്തിന് സൂട്ടാണെങ്കിൽ പകുതി സിനിമ ജയിച്ചു. അതാണ് ഒരു സംഭവം. അവരെ മാറ്റിപ്പോ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെ ഗൂർഖയായിട്ട് നമ്മൾ മമ്മൂട്ടി ഇട്ടാൽ ശരിയാവില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇട്ടാൽ ശരിയാവില്ല. അത് മോഹൻലാലാണ് അതിന് ആക്ട്. ജയറാമാണെങ്കിലും ചേരാവണമെന്നില്ല. അപ്പോ അവര് ചെയ്താൽ അവരുടേതായിട്ടുള്ള രീതിയിൽ വരും. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ സിനിമയിലെ ഗൂർഖ കിട്ടില്ല. മലയാള സിനിമയിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതുകയും 30-ലധികം സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീമാരൻ തമ്പി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബോധിച്ചിട്ടുള്ളതായി അറിയില്ല. അതിന് പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തമ്പി സാറ് എന്നൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പാട്ട് എഴുതുന്ന കാലത്ത് ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ഞാൻ പാട്ട് എഴുതാനായി മാറി. എൻ്റെ ആദ്യത്തെ പടത്തിൽ തന്നെ എൻ്റെ തന്നെ ഗാനങ്ങളാണ്. അപ്പോൾ എനിക്ക് അതിന് തമ്പി സാറിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരാറില്ല. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു റൈറ്ററാണ്. കാര്യം വളരെ സിമ്പിളായിട്ട് ഇമേജസ് ഉണ്ടാക്കുന്ന ഒരാളാണ് തമ്പി സാറ്. അപ്പോൾ അത് കാരണം എനിക്ക് അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എഴുതിപ്പിച്ചത് ONV സാറിനെ മാത്രമേ അങ്ങനെയുള്ള പുറത്ത് നമ്മൾ ആരാധിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ എൻ്റെ കൈതപ്രായാലും ഗിരീഷ് ജോൺസണും ഇളയരാജയുമാണ് കൂടുതൽ സിനിമകളിൽ സംഗീതം സംവിധാനം ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ രംഗത്തെ രവീന്ദ്ര മാസ്റ്റർ, വിദ്യാസാഗർ, ഔസേപ്പച്ചൻ, ജെറി അമൽദേവ്, കണ്ണൂർ രാജൻ എന്നിവരെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. എങ്കിലും രവീന്ദ്ര മാസ്റ്ററുടെ പ്രതിഭ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നില്ല. ശരിയാണ്. രവീന്ദ്രന്റെ ഈ പറഞ്ഞ പോലെ രവീന്ദ്രനെ എനിക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം രവീന്ദ്രൻ ചെയ്ത മ്യൂസിക് ചെയ്ത ആദ്യത്തെ പാട്ട് ഞാൻ എഴുതിയതാണ്. ചൂള എന്നുള്ള സിനിമയിൽ താരകയും എഴുതലിൽ കണ്ണീരുമായി. അതാണ് രവീന്ദ്രന്റെ ആദ്യത്തെ സിനിമ ഗാനം. അപ്പം അതിനുശേഷം ആണ് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുടുംബപുരാണത്തിന്റെ റീ റെക്കോർഡിങ് തൊട്ട് പൊന്മുട്ടനും താരാനോകിലൊക്കെ ജോൺസൺ എൻ്റെ കൂടെ കൂടി. ആ ജോൺസണും ഞാനും കൂടി ചേർന്ന് കഴിഞ്ഞ ശേഷം ഈ ഒരു സൗഹൃദം
ഈ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് ഒരാളെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആളുടെ വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. 28 സിനിമയാണ് ജോൺസന്റെ കൂടെ ചെയ്തത്. 28 സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ ഒരു കൊല്ലം ഒരു ആയുസ് ചെയ്യുന്ന അത്രയും കൊല്ലം ഞങ്ങൾ ഒന്നിച്ചാണ്. ഇപ്പൊ വിപിൻ മോഹൻ എന്റെ ഈ 30 സിനിമയിലെ ക്യാമറമാൻ. വിപിൻ മോഹന്റെ ഒരു ചോദ്യം. അതെ. അപ്പൊ അവരൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടാകുമ്പോൾ നമുക്ക് പലരെയും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എനിക്ക് ശരിക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, പിന്നെ എന്തിനാ വേറെ അന്വേഷിക്കുന്നത്? അതാണ്. അപ്പം നമ്മുടെ മനസ്സിലാക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടി ഉണ്ടാകുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ വളരെ നല്ല പ്രതിഭയുള്ള ആൾക്കാരാണെങ്കിലും അപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇളയരാജയിലേക്ക് പോയത്. ഇളയരാജയിലേക്ക് പോകുമ്പോൾ എൻ്റെ ധാരണ ഒരു സിനിമ ഇളയരാജയെ കൊണ്ട് ചെയ്യിക്കാം, പിന്നെ ജോൺസൺ തന്നെ ചെയ്യട്ടെ എന്നായിരുന്നു. പക്ഷെ ഇളയരാജയായിട്ട് ഒരു വലിയ സൗഹൃദം ഉണ്ടായി. ഇളയരാജ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാൻ നാട്ടിൻപുറത്ത് നിന്ന് വന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റിൽ ഞാൻ വലിയ ആരാധകനായി മാറുകയും ചെയ്തപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പോയ ഞാൻ ഇളയരാജയെ കൊണ്ട് 10 സിനിമ ചെയ്യിപ്പിച്ചു. ആ 10 കഴിഞ്ഞിട്ട് ഞാൻ മനഃപൂർവ്വം ബലമായി മാറിയതാണ് വിദ്യാസാഗറിലേക്ക്. കാരണം വിദ്യാസാഗറിന്റെ മ്യൂസിക് എനിക്ക് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ അതിന്റെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ആ കാലഘട്ടത്തിലാണല്ലോ രവീന്ദ്രൻ മാസ്റ്റർ മനോഹരമായ ഗാനങ്ങൾ യേശുദാസിന്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. അതെ, രവീന്ദ്രൻ എന്റെ സിനിമകൾ ചെയ്ത പാട്ടുകൾ തന്നെ സൂപ്പർ ഹിറ്റാണ്. അതായത് കളിയിൽ അല്പം കാര്യം എന്നുള്ള സിനിമയിൽ എൻ്റെ സിനിമയിലാണ്. അതിൽ രവീന്ദ്രന്റെ മ്യൂസിക്കിൽ മനതാരിൽ നിന്നും കണ്ണാടു കണ്ണായ സ്വപ്നങ്ങൾ ഇതൊക്കെ ഞാൻ എഴുതിയ പാട്ടുകളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചൂള, പിന്നെ അടുത്തടുത്ത സിനിമയിൽ അതിമനോഹരമായ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലിക്കാടും ചെല്ലക്കാറ്റും. രവീന്ദ്രന്റെ ഒരു പ്രത്യേക രീതിയാണ്. രവീന്ദ്രൻ ഒരു പാട്ടും അങ്ങനെ പോയിട്ടില്ല, ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല. ഇല്ല. ഒന്നാമത് ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പുള്ളി മ്യൂസിക് എന്ന്. ജോൺസൺ കുറേ കൂടി ഫോക്ക് പുള്ളി വെച്ചിട്ടാണ്. ജോൺസണും ഇളയരാജയും ഒരു ഫോക്ക് മ്യൂസിക്കാണ് അവരുടെ ബേസ്. ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ക്ലാസിക്കലാണ്. പിന്നെ വളരെ ഒരു മാജിക്കലായിട്ടാണ് പുള്ളി മ്യൂസിക് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഒരിക്കൽ ഈ ഇല്ലിക്കാടും ചെല്ലക്കാട്ടും എന്നുള്ള പാട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, നമുക്ക് കുട്ടനാടൻ പുഞ്ചയില എന്നുള്ള പാട്ടിൻ്റെ താളത്തിൽ നമുക്കൊരു പാട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടനാടൻ പുഞ്ചയില എന്നുള്ള പാട്ട് ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൽ കുട്ടനാടൻ പുഞ്ചയില എന്നുള്ള പാട്ട് നമുക്ക് അതിൻ്റെ ട്യൂണിൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പറഞ്ഞാൽ ഇതിൻ്റെ ബേസല്ല, അത് മീറ്ററാണ്, അതിനെ ബ്രേക്ക് ചെയ്യുക. കുട്ടനാടൻ പുഞ്ചയിലെ ആ മീറ്ററിൽ സത്യം ഒന്ന് എഴുതിയെന്ന് പറഞ്ഞു. അതാണ് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും. അത് കുട്ടനാടൻ പുഞ്ചയില എന്നുള്ള പാട്ട് മനസ്സിൽ വെച്ചിട്ട് പുള്ളി മാറ്റിയെടുത്തതാണ്. അതൊരു വലിയ ക്രിയേഷനാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ട്യൂൺ കോപ്പി ചെയ്തതല്ല. ആ മീറ്ററിൽ പാട്ട് എഴുതിയിട്ട് പുള്ളി അതിനെ വേറെ രീതിയിൽ മാറ്റി. രവീന്ദ്ര മാഷൊക്കെ കൂടുതലും സംഗീതം നൽകിയതിന് ശേഷം പിന്നെ ഗാനരചന നടത്തിയ അതാണ് പുള്ളിക്ക് കൂടുതൽ താല്പര്യം. പുള്ളി അല്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ ONV സാറിനൊക്കെ അതാണ് താല്പര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ONV സാറ് ആദ്യമേ സംഗീതം ഇട്ട് ചെയ്യുന്നതിനേക്കാൾ പാട്ട് എഴുതി ചെയ്യുന്ന താല്പര്യം. ONV സാറിന് അതാണ് അത് കൂടുതൽ താല്പര്യം. കുറച്ചുകൂടി കൂടുതൽ നല്ല കവിതയുണ്ട്. അതെ. പക്ഷേ ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് എന്നുള്ള പാട്ടൊക്കെ ജോൺസൺ ട്യൂൺ ഇട്ടിട്ട് സാറ് എഴുതിയതാണ്. എന്റെയൊക്കെ എഴുതിയിട്ടാണ്. ഇപ്പോൾ തീയിലൊരുക്കി അല്ലെങ്കിൽ കുന്തിമണിച്ചപ്പൊക്കെ എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് രണ്ടും ഈസിയാണ്. പ്രതിഭയുള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ അല്പ പ്രതിഭകളായതുകൊണ്ടാണ് അതിന് ബുദ്ധിമുട്ടുന്നത്. അല്ല, അതൊരു കാര്യം. സാറ് പിന്നെ ആ ഒരു ഒറ്റ രംഗത്തെ നിന്നിട്ടുള്ളൂ. അതെ. പിന്നെ വേറെ പരീക്ഷണത്തിനൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. വേറെ ഭാഷകളിൽ പോലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് മലയാളം അല്ലാതെ എനിക്ക് തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്യാൻ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ തന്നെ പറഞ്ഞത് ONV സാറും ആ കവിതാ രംഗം വിട്ട് വേറെ ഒന്നും ചെയ്യില്ല. അധ്യാപനം കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അത്രേ ഉള്ളൂ. ഗാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ എടുക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഭാവിയിൽ ഉണ്ടാകുമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മുൻകൂട്ടിയിട്ട് എൻ്റെ അടുത്ത സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് സിനിമ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് അടുത്ത സിനിമയിൽ കുറച്ച് കൂടുതൽ പാട്ടുകൾ വെച്ചൊരു സിനിമ ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കില്ല. ഒരു സിനിമയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാമെന്നല്ലാതെ ഒരു വിഷയത്തിന് എന്നെ ആദ്യം ആകർഷിക്കേണ്ടത് സബ്ജക്റ്റ് തന്നെയാണ്. ആ സബ്ജക്റ്റിന് ആവശ്യമായ പാട്ടുകൾ വേണം. പിന്നെ ഇപ്പൊ ടോട്ടലി സിനിമയിൽ കുറെ മാറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ വിജയിക്കണമെന്നില്ല. പാട്ടുകൾ നമുക്ക് പഴയ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പഴയ സിനിമകളിൽ ഈ ശങ്കരാഭരണം വന്നതിന് ശേഷം ധാരാളം സിനിമകൾ എല്ലാ ഭാഷയിലും വന്നു. പാട്ടുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ തന്നെ ഗാനം ഉൾപ്പെടെ. നമുക്ക് എന്താ പറയുക, എപ്പോഴും പറയില്ലേ പഴയ പാട്ടുകളുടെ അത് പുതിയ പടത്തിൽ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ
പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ, അതിമനോഹരമായ പാട്ടാണ്. ആ പാട്ട് ഇപ്പോഴും കേൾക്കാനും നമുക്ക് കാണാനും ഇഷ്ടമാണ്. അപ്പോൾ ഈ യൂട്യൂബില് നമ്മുടെ പുതിയ തലമുറയാണല്ലോ യൂട്യൂബ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പഴയ പാട്ടുകൾ. ഞാൻ പറഞ്ഞത് വേറെ കോണ്ടക്സ്റ്റാണ്. അതായത് ആ പാട്ട് ഇന്നൊരു സിനിമയിൽ ഫഹദ് ഫാസിൽ പാടുകയാണെങ്കിൽ ആലോചിച്ചത് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അത് അന്നത്തെ സിനിമയും അന്നത്തെ പാട്ടും ആയതുകൊണ്ടാണ്. ഇന്നത്തെ സിനിമയിൽ മാറ്റങ്ങൾ വന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പകരമാണ് പലപ്പോഴും പാട്ടുകൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ കവിതയുള്ള പാട്ടുകൾ, നല്ല പാട്ടുകൾ വരണമെന്ന്. പിന്നെ ഈ സംഗീത രംഗത്താണ് കേരളത്തിൽ ഇപ്പം കവിത എഴുതുന്നവർ ധാരാളമുണ്ട്. അതെ അതെ. പക്ഷെ നന്നായി ട്യൂൺ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അത്രയും പ്രതിഭകൾ അങ്ങനെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ആ ട്യൂണിൽ മ്യൂസിക്കിൽ മാറ്റങ്ങൾ സംഭവിച്ചു വരുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന പാട്ടുകൾ ഈ സമീപകാലത്ത് വളരെ കുറവാണ്, വളരെ കുറച്ച്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിനിമകളിൽ പാട്ടെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോയി. അതാണ് ഈ കഥ പറയാൻ വേണ്ടി മാത്രം പാട്ട് ഉപയോഗിക്കുന്ന, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കിന് പോലെ പാട്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി തുടങ്ങി. അത് നമ്മൾ തിരിച്ചറിയാം. ആ മാറ്റമാണ്. പക്ഷെ എങ്കിലും നല്ല പാട്ടുകൾ വന്നാൽ ആ പാട്ട് നിൽക്കുന്ന. ഇപ്പോൾ എൻ്റെ അഖിലിൻ്റെ സിനിമയിൽ സർവമായ എന്നുള്ള സിനിമയിൽ നല്ല പാട്ടുകളാണ്. ആ പാട്ടുകൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്, പാട്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ. അപ്പം സിറ്റുവേഷൻസ് ഉണ്ടാവണം, നല്ല സിറ്റുവേഷൻസ് ഉണ്ടാവണം. ആൾക്കാർ പാട്ട് കേൾക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകാതിരിക്കും. ഈ സംഗീത രംഗത്ത് വലിയ മാറ്റമാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ മാസം ഒരു 10 ദിവസം ചൈനയിൽ പോകേണ്ട ഒരു അവസരം കിട്ടി. അപ്പം അവിടുത്തെ ഈ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഈ സംഗീതത്തോടുള്ള അവരുടെ ഒരു വാസന, നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴും ഒക്കെ നമുക്ക് അറിയില്ലല്ലോ ഈ ഭാഷയെക്കുറിച്ചോ സംഗീതം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ കേട്ടങ്ങിരുന്നു പോകും. അതെ അതെ അതെ. അത് ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്. വിയറ്റ്നാമിനകത്ത് കൊറിയൻ മ്യൂസിക് ആണല്ലോ ഏറ്റവും കൂടുതൽ. കൊറിയൻ, ജപ്പാൻ, ഇതൊക്കെ നമ്മുടെ മീഡിയ വലുതായപ്പോഴാണ്. പണ്ട് നമ്മളത് അറിയുന്നില്ലല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഈ ഇന്റർനെറ്റും സംവിധാനങ്ങളും വന്നപ്പോഴാണ് ലോക സിനിമ എന്താണെന്ന് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. നമ്മളൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ് നമ്മൾ പുറത്തെ സിനിമകൾ കാണുന്നത്. ഇന്ന് നമുക്ക് വിരൽത്തുമ്പിലാണ് സിനിമകൾ, അല്ലെങ്കിൽ മ്യൂസിക്. ലോകത്ത് എവിടെയും നമുക്ക് കിട്ടുമല്ലോ. ഈ പറയുന്ന ചൈന ആയാലും വിയറ്റ്നാം ആയാലും